നമസ്കാരം. കേരളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അതോടൊപ്പം ശബരിമല പ്രശ്നം ഒരു വിവാദമായി കത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു 6-7 വർഷം മുമ്പ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആദ്യം വിവാദമായി മാറിയത്. രണ്ടും തെരഞ്ഞെടുപ്പ് കാലം, രണ്ടിടത്തും ശബരിമല. പക്ഷേ ഇത്തവണ വീണ്ടും വിവാദം കത്തി നിൽക്കുമ്പോൾ CPM-ഉം BJP-യും കോൺഗ്രസുമെല്ലാം സമുദായ സംഘടനകളെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ CPM ഒരു പടി കൂടെ മുന്നിൽ കടന്ന് SNDP-യുടെയും NSS-ൻ്റെയും നിരവധി ഹൈന്ദവ സംഘടനകളെയും പിന്തുണ തിരിച്ചു പിടിക്കുമ്പോൾ ഒരു ചോദ്യം പ്രസക്തമാണ്. ശബരിമല സത്യത്തിൽ വോട്ടായി മാറാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്ര വലിയ തത്രപ്പാട്? വോട്ടായി മാറാറില്ല എന്നാണ് എൻ്റെ നിലപാട്. വർഷം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ശബരിമല സ്ത്രീ പ്രവേശ വിവാദം കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ മിക്കവാറും എല്ലാ ഹിന്ദു സംഘടനകളും സംസ്ഥാന സർക്കാരിനെതിരെ, സമരത്തിന് മുൻപന്തിയിൽ BJP. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു സുവർണാവസരമായിരിക്കുമെന്ന് അവരും മറ്റു പലരും കരുതി. പക്ഷേ ഫലം വന്നപ്പോഴോ? ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പോലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന് ജയിക്കാനായില്ല. കോൺഗ്രസ് 19 സീറ്റുകളും കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും സീറ്റുകൾ കിട്ടിയത്? അത് ഹിന്ദു വോട്ടുകൾ ശബരിമലയുടെ പേരിൽ അവർക്ക് കിട്ടിയത് കൊണ്ടാണോ? കേരളം മുഴുവൻ ഈ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നു. വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏതാണ്ട് N ബ്ലോക്കായി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അതായിരുന്നു ജയത്തിന് കാരണം. ഒരു തെളിവ് കൂടി, അന്ന് കോൺഗ്രസ് നിലപാടിന് വ്യത്യസ്തമായി സ്ത്രീകൾ ശബരിമലയിൽ കയറണം എന്ന് പറഞ്ഞ ആളാണ് അവരുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിച്ചത്? വയനാട്ടിൽ. അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിൻ്റെ പേരിൽ വലിയ വിമർശനവും ഉണ്ടായിരുന്നു. എന്നിട്ടും തത്വത്തിൽ അല്ലെങ്കിലും ഫലത്തിൽ രാഹുൽ ഗാന്ധി നയിച്ച UDF ആണ് അവിടെ ജയിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത്രയും വോട്ട് കിട്ടാൻ പാടില്ലല്ലോ, അത് കിട്ടി. ഇനിയൊരു വാദത്തിന് ഹിന്ദു വോട്ടുകളെല്ലാം അങ്ങനെ കിട്ടി എന്നാണെങ്കിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളോ? 6 ഉപതെരഞ്ഞെടുപ്പുകളാണ് പിന്നീട് നടന്നത്. പാലായിൽ നടന്നു, കോന്നിയിൽ നടന്നു, വട്ടിയൂർക്കാവിൽ നടന്നു. ഈ 3ഇടത്തും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ കയ്യിൽ നിന്ന് സീറ്റുകൾ പോവുകയാണ് ചെയ്തത്. പിന്നീട് UDF ജയിച്ച സ്ഥലങ്ങൾ ഏതാണ്? മഞ്ചേശ്വരം ജയിച്ചു, എറണാകുളം ജയിച്ചു, അതുപോലെ തന്നെ അരൂർ ജയിച്ചു. മഞ്ചേശ്വരം ലീഗിൻ്റെ കോട്ടയാണ്, എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ്. അരൂരാണ് പിന്നെയും വേണമെങ്കിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാവുന്നത്. പോട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ്, ഉപതെരഞ്ഞെടുപ്പ് ഓരോ മേഖലയിലെയും പ്രാദേശിക വിഷയങ്ങളാണെന്നൊക്കെ പറയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നല്ലോ 2021. പരസ്യമായി NSS UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ദിവസം UDF-ന് അനുകൂലമായി G. സുകുമാരൻ നായർ സംസാരിച്ച തെരഞ്ഞെടുപ്പ് 8 നിലയിലാണ് UDF തോറ്റത്. കഴിഞ്ഞ തവണത്തേക്കാൾ മോശം നിലയിലേക്ക് UDF-ഉം കോൺഗ്രസും ഒതുങ്ങുകയും ചെയ്തു. 99 സീറ്റിനാണ് ശബരിമല സ്ത്രീ പ്രവേശ വിവാദത്തിൽ ഈ ഹിന്ദു സംഘടനകളുടെ മുഴുവൻ ഭർസനം കേട്ട ഇടതുമുന്നണി അധികാരത്തിലേറിയത്. അപ്പോൾ പറയും, ശബരിമല ഇതുവരെ കേരളത്തിൽ വോട്ടായിട്ടുണ്ടോ? ഇനി അതിനുശേഷം 2024 ആകുമ്പോഴേക്കും മോദിയുടെ വികസന മന്ത്രമാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത്. 2021 പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ അതായിരുന്നു എല്ലാവരും ഉപയോഗിച്ചത്. അപ്പോൾ ശബരിമല ഒരു വിഷയമേ അല്ലാതായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. അന്നാണെങ്കിൽ ശബരിമല കത്ത് നിന്നിട്ടും ഇത് വോട്ടേ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പേരിലൊരു വലിയ ബഹളം? CPM ഒരു വലിയ അങ്കലാപ്പിലാണ്, ഇടതുമുന്നണി ഒരു വലിയ അങ്കലാപ്പിലാണ്. ഹിന്ദു വോട്ടുകൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ കൈവിട്ടു പോയത് തിരിച്ചു പിടിച്ചേ പറ്റൂ എന്നൊരു ബോധ്യം, എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഭൂരിപക്ഷ സമുദായ സംഘടനകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. അത് വോട്ടായാലും വോട്ടായില്ലെങ്കിലും കൂടെ കൂട്ടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ കൂടെ കൂട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു ഘട്ടം വരെ അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും വോട്ടായി മാറാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഇതുവരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ എന്തിന് ഇത്ര വലിയ നിലപാടെടുക്കുന്നു, ഇത്രയും വലിയതായി മെനക്കെടുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. അതിന് ഇടതുമുന്നണി കൊടുക്കേണ്ടി വരുന്ന വിലയോ? G. സുകുമാരൻ നായർ 2-3 ദിവസം മുമ്പ് നിരവധി മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ശബരിമലയിൽ ഇനി യുവതീ പ്രവേശനത്തിനോ അങ്ങനെ ഏതെങ്കിലുമുള്ള ആചാര ലംഘനത്തിനോ ഞങ്ങൾ ശ്രമിക്കില്ല എന്ന് ഇടതുമുന്നണി പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. മറ്റൊരു LDF-ൻ്റെ അടുത്ത അനുയായിയായ വെള്ളാപ്പള്ളി നടേശനാകട്ടെ പറയുന്നത്, സത്യത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തരാണ്, നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്നാണ്. ഈ 2 കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടേയില്ല ഇടതുമുന്നണി. അങ്ങനെ ഇടതുമുന്നണി ചരിത്രത്തിലെ ഒരു വലിയ നിലപാട്, അന്ന് പറഞ്ഞത് 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ അവർ തിരിച്ച് പ്രതികരിക്കാതെ സമ്മതിച്ചിരിക്കുകയുമാണ്. അതൊരു വശം. ഇനി അടുത്തത്, എന്തുകൊണ്ടായിരിക്കും SNDP-യും NSS-ഉം സർക്കാരിന് CPM-ന് അനുകൂലമായ നിലപാടെടുത്തത്?
കഴിഞ്ഞ കുറേ നാളുകളായി SNDP ജനറൽ സെക്രട്ടറിയും CPM നേതാവ് പിണറായി വിജയനും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സത്യം എന്തായാലും ഈയിടെ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സർക്കാർ മാറ്റാൻ തീരുമാനിച്ചത് വാർത്തയായതാണ്. ഹൈക്കോടതി ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. സർക്കാരുമായി എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണോ ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന ഒരു സംശയവും അവർ ഉന്നയിച്ചു. എന്നിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവസാന ഘട്ടത്തിൽ മാറ്റുന്നത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൊടുക്കൽ വാങ്ങൽ ഒരു തെളിവെങ്കിലും അവിടെയുണ്ട്. ഇനി NSSന് എന്തിന് സർക്കാരിനെ തള്ളിപ്പറയാതിരിക്കണം? കാരണം NSS പറയുന്നിടത്തേക്ക് സർക്കാരാണ് വന്നിരിക്കുന്നത്. NSS അങ്ങോട്ട് പോവുകയല്ല. CPM സർക്കാരും NSSന് അനുകൂലമായ നിലപാടെടുക്കുന്നു. സുകുമാരൻ നായരോട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മന്ത്രി വാസവനും പിണറായി വിജയൻ്റെ അറിവോടുകൂടി ഇനി ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞും കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. അത് ഇടതുമുന്നണി CPM നേതാക്കൾ ആരും തന്നെ അല്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ വിജയം NSSൻ്റേതാണ്, പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന പോക്കിൽ NSS നായർ സർവീസ് സൊസൈറ്റി UDFനെയും കോൺഗ്രസിനെയും അതുപോലെ BJPയെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ ആൻറ്റി ക്ലൈമാക്സ്. ഏത് കോൺഗ്രസ്, ഏത് BJP ശബരിമലയിലെ ആചാര സംരക്ഷണ സമയത്ത് നാമജപ ഘോഷയാത്രയോടുകൂടി ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം ഇവരുടെ കൂടെ കൂടിയവരാണ് കോൺഗ്രസും BJPയും. അവർക്കാർക്കും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രീ G. സുകുമാരൻ നായരുടെ പ്രതികരണം. പക്ഷേ അതിനകത്ത് 2 സംശയങ്ങൾ എനിക്ക് ഉന്നയിക്കാനുണ്ട്. ഒന്ന്, ശബരിമലയിൽ ആചാരലംഘനം നടക്കുമ്പോൾ ആദ്യം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, 2 ദിവസം കഴിഞ്ഞാണ് അവർ ഞങ്ങളോടൊപ്പം വന്നതെന്ന് NSS പറയുന്നു. അപ്പോൾ ഒരു സംശയം, 7 വർഷങ്ങൾക്ക് ശേഷമാണോ ഈ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്? അന്നേ അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് 2019-ലും 2021-ലും നടന്ന വോട്ടെടുപ്പുകളിൽ UDFന് അനുകൂലമായ നിലപാടെടുത്തത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDF സർക്കാരിന് വേണമെങ്കിൽ അന്ന് സ്ത്രീകളെ കയറ്റാമായിരുന്നു എന്നാണ് ശ്രീ G. സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കോലാഹലത്തിന് ശേഷം പിന്നീട് പലതവണ നട തുറന്നു, കോടതി വിധിയെല്ലാം അനുകൂലമായിരുന്നു, എന്നിട്ടും സ്ത്രീകളെ കയറ്റുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. അതും അന്ന് നടന്ന കാര്യമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം അതൊരു മഹത്തായ കാര്യമാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? ചുരുക്കത്തിൽ നാമജപ ഘോഷയാത്രയുടെ സമയത്ത് 2 ദിവസം വൈകിയ UDFന് വിമർശനം രാഷ്ട്രീയ താല്പര്യമാണ്. നാമജപ ഘോഷയാത്രയും ബഹളങ്ങളും കേസുകളും എല്ലാം കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷം നിലപാട് മാറ്റാമെന്ന് പറഞ്ഞ LDFന് കയ്യടി. അതെങ്ങനെയാണ് ശരിയാവുന്നത്? മറ്റൊന്ന് BJPക്കെതിരായ വിമർശനമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരായി വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്താം, കോടതി വിധിയെ മറികടക്കാൻ എന്ന് BJP പറഞ്ഞു. പക്ഷെ പറ്റിച്ചു. ഈ പറ്റിച്ചതും അന്നത്തെ കാര്യമല്ലേ? 2018-ലാണ് സംഭവം നടക്കുന്നത്. 19, 20, 21, 22, 24, 24, ഇപ്പോൾ 25, 7 വർഷം കഴിയുന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് BJP മോശക്കാരാണെന്ന് തോന്നിയത്? ഇതുവരെ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. സത്യത്തിൽ SNDP യോഗവും അതുപോലെ തന്നെ CPM തമ്മിൽ ഒരു പുതിയ ബന്ധം ഉണ്ടായതുപോലെ NSSും CPM തമ്മിൽ, ഭരിക്കുന്ന മുന്നണിയും തമ്മിൽ ഒരു പുതിയ ബന്ധമുണ്ടായിരിക്കുന്നു. അതിനുള്ള കാരണം ചെയ്യുകയാണ് ഈ ന്യായവാദങ്ങളിലൂടെ NSS ചെയ്തിരിക്കുന്നത്, CPM നിലപാട് മാറ്റത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഡീൽ വേറെന്തൊക്കെയോ ആണ്. അതെന്തോ ആട്ടെ. പക്ഷേ ശബരിമല ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ അത് കത്തി നിന്നപ്പോൾ പോലും വോട്ടായി മാറിയിട്ടില്ല. ഇനിയും അതൊരു വലിയ വോട്ട് ക്യാച്ചിങ് ഫാക്ടറായി മാറാനുള്ള സാധ്യതയില്ല. കാരണം ശബരിമലയുടെ പേരിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ട്, പക്ഷേ അതാരെയും ജയിപ്പിച്ചിട്ടില്ല.